9th പഠിക്കുന്നവർ ചോദിച്ച വീഡിയോ ആണിത്. നിങ്ങൾക്ക് സ്പെസിഫിക്കലി യൂസ് ആവുന്ന 6 സ്റ്റഡി ടിപ്സും ഒരു സ്റ്റഡി റുട്ടീനും ആണ് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണുക. ടിപ്പ് നമ്പർ 1, സബ്ജക്ട് റൊട്ടേഷൻ. നിങ്ങളിൽ പലരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഒരു ദിവസം പഠിക്കാനിരിക്കുമ്പോൾ ഒരു സബ്ജക്ട് മാത്രം ഫോക്കസ് ചെയ്യുന്നു, വേറെ സബ്ജക്ട്സിന് വേണ്ട മുൻഗണന കൊടുക്കാറില്ല. അങ്ങനെ ചെയ്യാതെ സബ്ജക്ട് റൊട്ടേഷൻ ചെയ്ത് പഠിക്കുക. ഒരു ദിവസം മിനിമം 3 സബ്ജക്ട്സ് എങ്കിലും പഠിക്കാൻ വേണ്ടി എടുത്തിരിക്കണം. ഈവൻ ഒരു സബ്ജക്റ്റിന് 25 മിനിറ്റ് ചെലവഴിക്കുന്നുള്ളൂ എങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ പഠിക്കാനൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്പർ 2, റൈറ്റ് ബിഫോർ യു റീഡ്. അതായത് റിവേഴ്സ് ലേണിംഗ്. നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിക്കാൻ പോവാണ്, പക്ഷെ അതിനു മുമ്പ് ആ ഒരു ചാപ്റ്ററിലെ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്നാണല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ആദ്യം ആ ഒരു ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ബുക്ക് നോക്കാതെ എഴുതുക. നിങ്ങൾക്ക് എന്തായാലും ആ ഒരു ടോപ്പിക്കിനെ പറ്റി ഒരു മുൻധാരണ ഉണ്ടാവും, ബിക്കോസ് പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവണം. സോ ഇങ്ങനെ എഴുതി കഴിഞ്ഞതിന് ശേഷം പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ പുതിയതായിട്ട് വായിക്കുന്നുണ്ടാവും. ചില കാര്യങ്ങൾ അറിയാം, പക്ഷെ അത് എഴുതാൻ വിട്ടുപോയിട്ടുണ്ടാവും. അതൊക്കെ നോട്ട് ചെയ്യണം. ഇനി ആ ഒരു ടോപ്പിക് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ പോയിന്റ്സ് ഒക്കെ ഓർമ്മിക്കുകയും വേണം. ഗൈസ്, ഇങ്ങനെ നിങ്ങൾ പഠിക്കുമ്പോൾ ഇത് ബ്രെയിനിനെ ചാലഞ്ച് ചെയ്യുന്ന പോലെയാണ്. അതുകൊണ്ട് റിറ്റൻഷൻ മാസീവ് ആയിരിക്കും, നോർമൽ റീഡിംഗ് പോലെ പാസീവ് ആവത്തില്ല. നമ്പർ 3, ദ സ്റ്റിക്കി നോട്ട് ബോൾ ട്രിക്ക്. എക്സാം സമയത്തൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം നല്ല യൂസ്ഫുൾ ആയിരിക്കും. എന്താണെന്ന് നോക്കാം. നിങ്ങൾ സ്റ്റിക്കി നോട്ട്സ് വാങ്ങുക. എന്നിട്ട് നിങ്ങൾ അതിൽ പഠിച്ചു പോകുന്നതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈക്ക് ഫോർമുല, ഡെഫിനിഷൻ, സോഷ്യൽ സയൻസ് ലേയേഴ്സും ആ ഒരു ഇയറിൽ നടന്ന കാര്യങ്ങളും അങ്ങനെ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നതൊക്കെ ഷോർട്ട് ആയിട്ട് എഴുതുക. എന്നിട്ട് ആ സ്റ്റിക്കി നോട്ട്സ് നിങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് കാണുന്ന പ്ലേസിൽ ഒട്ടിച്ചു വയ്ക്കുക. വാർഡ്രോബിലും ബാത്റൂം ഡോറിലും നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ഏരിയയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇത് കാണുന്നു, വായിക്കുന്നു, റൈറ്റ്? സോ സബ് കോൺഷ്യസ്ലി നിങ്ങളുടെ മെമ്മറൈസേഷൻ വർക്ക് ചെയ്യും, അതും എക്സ്ട്രാ ഇഫേർട്ട് ഇടാതെ തന്നെ. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്പർ 4, ഡോണ്ട് സ്കിപ്പ് ഡയഗ്രാംസ്, മേക്ക് ദം യുവർ സൂപ്പർ പവർ. സയൻസിലും സോഷ്യലിലും ഒക്കെ കുറേ ഡയഗ്രാംസ് ഉണ്ടല്ലോ, അത് നിങ്ങൾ വരയ്ക്കാൻ പഠിക്കണം. അതിനൊരു ഈസി വേ പറഞ്ഞുതരാം. ഒന്ന് ഡയഗ്രാം നോക്കുക, എന്നിട്ട് ബുക്ക് നോക്കാതെ മെമ്മറിയിലുള്ളത് ഡ്രോ ചെയ്യുക. എന്തായാലും മിസ്റ്റേക്സ് ഉണ്ടാവും കേട്ടോ, സാരമില്ല. ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി എന്തൊക്കെ തെറ്റുകളെന്ന് മനസ്സിലാക്കുക. ആൻഡ് അഗെയിൻ ബുക്ക് അടച്ചു വെച്ച് റീഡ്രോ ചെയ്യുക, കമ്പയർ ചെയ്യുക. ഇങ്ങനെ ഒരു 3 തവണ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡയഗ്രാം നിങ്ങളുടെ മെമ്മറിയിൽ പതിഞ്ഞോളും. നമ്പർ 5, ടീച്ച് ദ ടോപ്പിക് ടു ആൻ ഇമാജിനറി സ്റ്റുഡന്റ്. ഈ ഒരു ടെക്നിക്ക് ആക്ച്വലി നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒന്നാണ്. ഞാൻ ഇങ്ങനെയാണ് പഠിക്കാറ്. ജസ്റ്റ് നിങ്ങൾ ആദ്യം ഒരു ടോപ്പിക് പഠിക്കുക, ശേഷം ബുക്ക് അടിച്ചു വെച്ച് അതൊരു ഇമാജിനറി സ്റ്റുഡന്റിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ലൈക്ക് നല്ല ഉറക്കെ ടീച്ചർ ക്ലാസ് എടുക്കില്ലേ, ആ ഒരു രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുക. അങ്ങനെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു ഭാഗത്തുന്ന സമയത്ത് സ്റ്റക്ക് ആവും. അവിടെ എന്താ പറയേണ്ടത് എന്ന് മൈൻഡിൽ തെളിയില്ല. അതാണ് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കാത്ത പോർഷൻ. സോ അത് ഒന്നുകൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. നമ്പർ 6, യൂസ് ദി 2-minute റൂൾ ഫോർ പ്രൊക്രാസ്റ്റിനേഷൻ. നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ട്, പക്ഷെ മടിയാണോ അതോ വേറെ എന്തെങ്കിലും കൊണ്ടാണോ എന്നറിയില്ല, നിങ്ങൾക്ക് ആ പഠിക്കുന്ന ടാസ്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് ദിസ് ഇസ് നോർമൽ. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ഈ 2-minute റൂളിൽ ഫോക്കസ് ചെയ്യുക. ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് 2 മിനിറ്റ് പഠിക്കാൻ പോവാണ് എന്നും പറഞ്ഞ് പഠനം സ്റ്റാർട്ട് ചെയ്യാം. ഈ 2 മിനിറ്റ് കഴിയുമ്പോൾ മെജോറിറ്റി സ്റ്റുഡൻസും പഠനം കണ്ടിന്യൂ ചെയ്യും. അതെ, ട്രൈ ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുന്നവരെയുള്ളൂ പ്രശ്നം. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഫ്ലോയിൽ പൊക്കോളും. അപ്പോൾ ഈ 6 ടിപ്സ് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. 10ാം ക്ലാസ് എത്തുമ്പോഴേക്കും ആവറേജിൽ നിന്നും ടോപ്പർ ആവണ്ടേ. ഇപ്പൊ തന്നെ അതിനുള്ള ആക്ഷൻ എടുക്കുക. ഇനി ഞാനൊരു മോഡൽ സ്റ്റഡി റുട്ടീൻ പറഞ്ഞു തരാവേ. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ സെറ്റ് ആയില്ലെങ്കിൽ മാറ്റം വരുത്തേണ്ട അവിടെ അഡ്ജസ്റ്റ് ചെയ്യുക. അല്ലാതെ ഇത് എനിക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞ് സ്റ്റഡി റുട്ടീൻ ക്രിയേറ്റ് ചെയ്യാതിരിക്കരുത്, അത് മണ്ടത്തരമാണ്. എനിവേസ്, ഞാൻ സ്റ്റഡി റുട്ടീൻ സ്ക്രീനിൽ കൊടുക്കാം. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ അല്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് അത് നോട്ട് ചെയ്തോളൂ, ദെൻ മോഡിഫൈ ഇറ്റ്. സോ ഞാൻ പറഞ്ഞ ടിപ്സും റുട്ടീനും മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. മിനിമം ഒരാഴ്ചത്തേക്കെങ്കിലും കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് തന്നെ ഒരു ഇംപ്രൂവ്മെന്റ് ഫീൽ ചെയ്യും. ഞാൻ ഇങ്ങനെയൊക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു പ്രൗഡ് ഫീലും തോന്നും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനും കൂടെ അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.